ആരാ? കസ്റ്റംസിലെ മോഹൻ സാർ ഇതിവിടെ തരാൻ പറഞ്ഞതാ. ശരിയെന്നാ. അമ്മച്ചിയുടെ മോനെ ഒന്ന് കാണാമെന്നതാ. പിന്നെ എന്തിനാണ് അയാളുടെ കയ്യിൽ നിന്ന് വിസ്കി ബോട്ടിൽ വാങ്ങിച്ചത്? അമ്മച്ചി വൈകിട്ട് 2 എണ്ണം അടിക്കുവോ? അതെ, അകത്തൊളിച്ചിരിക്കുന്ന പുത്രനെ കണ്ടിട്ട് ഞങ്ങളങ്ങ് പൊയ്ക്കോളാം. നീ അന്ന് ജയന്തിയുടെ കൂടെ വന്ന ഡ്രൈവറല്ലേ? ആണെങ്കിൽ ദോശയും ചമ്മന്തി. ആ, തേങ്ങ ചമ്മന്തി. ചിറ്റപ്പന്റെ കട. ജാക്ലിൻ, ടേക്ക് കെയർ ഓഫ് മാഡം. Sir, help me. Yeah. Open the door. Open the door. Albi, what a surprise. സുധീറിനെ പ്രതീക്ഷിച്ചെടുത്ത് വാ മോനെ രമേശ, വാ. Who are you? We are from Delhi. Sir. Okay, come. Come on. Sit down. ഈ അറസ്റ്റുകാർക്ക് തരക്കേടില്ലാത്ത ശമ്പളം സെൻട്രൽ ഗവൺമെൻറ് തരുന്നുണ്ടല്ലോ. പിന്നെ എന്തിന് ഈ സ്മഗ്ലിംഗ് റാക്കറ്റിൽ വന്ന് ചാടി? പണമായിരുന്നോ അതോ മറ്റ് ഓഫറുകൾ ലൈക്ക് പ്രിറ്റി ഗേൾസ്? ഫാമിലി സർ. അമ്മയും ഏട്ടനും ഞാൻ ചേർന്നാണ് ഒരു ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. ഓൾമോസ്റ്റ് കംപ്ലീഷൻ സ്റ്റേജിലാണ് ഹൈക്കോർട്ടിൽ നിന്ന് ഓർഡർ വന്നത് ഡിമോളിഷ് ചെയ്യാൻ. വാട്ടർ ഫ്രണ്ട് എൻക്രോച്ച് ചെയ്തു എന്നും പറഞ്ഞ് ആ സമയത്താണ് അയാളെയും കൊണ്ട് ഏട്ടൻ അമ്മയെ കാണാൻ വരുന്നത്. കരിപ്പൂര് നടത്താൻ പ്ലാൻ ചെയ്ത ഈ ഓപ്പറേഷൻ വേറെ എയർപോർട്ടിൽ നടത്തി പരിചയമുള്ളവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അവിടെയും നിങ്ങളെപ്പോലത്തെ ആഫീസർമാർ തന്നെയാണ് 2 കൈയും നീട്ടി മേടിച്ച് കണ്ണും പൂട്ടി മിണ്ടാണ്ട് നിന്നു കൊടുത്തത്. നിങ്ങളൊന്ന് ബേജാറാവാണ്ടിരിക്കുമേ തന്നെ. ദിവസങ്ങളെടുത്തിട്ടുള്ള ഈ ഏർപ്പാടിൽ വെറും 10 മിനിറ്റാണ് നിങ്ങളുടെ റോള്. ഞാൻ ഡേവിസ്, പള്ളൻ ഡേവിസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവും. ജയറാം ക്ഷണം. ആ 2 കുണ്ടന്മാർ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് എന്തോ ഒരു സാധനം ഇറക്കുന്നു. അമ്മന്റെ മോൻ രമേശ് സാറ് അത് ഇറങ്ങി പോകുമ്പോ ഒന്ന് സഹായിക്കണം. എന്ന് വെച്ചാ മൂപ്പരന്റെ അറ്റത്ത് പിടിക്കൊന്നും വേണ്ടെന്ന് അതങ്ങ് പോയിക്കോളൂ. മൂപ്പരും തിരിഞ്ഞു നിന്നാ മതി. അതെ, സുധീർ എനിക്ക് തരാനുള്ള 1 CR അഡ്വാൻസ്. അയ്യോ എന്റെ ഉണ്ണിക്കായ, രമേശനോട് ഞാനിത് എങ്ങനെയാ പറയുന്നേ? കത്തുമ്പോ ഒരു പിടി മണ്ണ് വാരി ആ തീയിലൊക്കെ ഒന്നിടാൻ ഒരമ്മക്ക് മോനോട് പറഞ്ഞൂടെ? അത് ഞാൻ ഇങ്ങക്ക് പറഞ്ഞു തരണോ? നിന്റെ കയ്യിലായി എല്ലാം. നിന്റെ തള്ളയും ചേട്ടനും പിച്ച തണ്ടണോ ജയിലിൽ പോണോന്നൊക്കെ തീരുമാനിക്കേണ്ടതേ നീയാ. നിനക്ക് കുഴപ്പമൊന്നും വരത്തില്ല. ഭാര്യയുടെ തന്ത സമ്പാദിച്ചു കൂട്ടിയതുണ്ടല്ലോ. ഇങ്ങനൊരു അമ്മയും സഹോദരനും ഇല്ലെന്ന് വിചാരിച്ച് ബോംബെ പോയി അച്ചിയുടെ പടിക്ക് പൊറുതിയായാ മതിയല്ലോ. അമ്മ പ്ലീസ്, ഇതിന്റെ കോൺസിക്വൻസസ് ഞാൻ ആലോചിക്കണ്ടേ? പുറത്തുള്ള അറിഞ്ഞ അമ്മ പറഞ്ഞ ജയിലിലേക്ക് ആദ്യം പോകുന്നത് ഞാനായിരിക്കും. എന്നിട്ട് കൺസൈൻമെന്റ് ഉണ്ണിക്ക് ആളുകൾക്കും കിട്ടിയില്ലല്ലോ. ആ ദിവസം ഞാൻ എയർപോർട്ടിലേക്ക് പോകാൻ തയ്യാറാവുമ്പോൾ എനിക്ക് തരാൻ വലിയ ഓഫറൊന്നുമില്ല. നിങ്ങളുടെ ഭാര്യ ജയന്തി മേനോന്റെ ജീവൻ ഞാൻ എടുക്കില്ല എന്നൊരു വാക്ക്. അത് തീരെ ചെറിയൊരു ഗിഫ്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ദാ ഫോൺ എടുത്ത് ഭാര്യ എന്ന് വിളിക്കുക. എന്നിട്ട് അവൾ എവിടെ ഉണ്ടെന്ന് ചോദിക്കുക. ചുമ്മാ ഒന്ന് വിളി. Hello. Hi. कहाँ तू? I'm at the gym.
എന്താ നൈ നത്തിങ്. രമേശ്? ജിമ്മിലല്ലേ? പെഡർ റോഡിൽ ആഡം ആൻഡ് ഈവ്. അവന്റെ ഫേസ് ടൈം കിട്ടിയോ? അവരുടെ തൊട്ടടുത്ത് നിന്ന് വർക്കൗട്ട് ചെയ്യുന്ന എൻ്റെ ഒരു പയ്യന്റെ നമ്പറിലേക്കാണ് വിളിച്ചത്. ഞാനൊരു വൈഫിനെ കാണാം. ഇന്ന് രാവിലെ തൊട്ട് എൻ്റെ പിള്ളേർ അവരുടെ പുറകിൽ, ഇന്ന് മുഴുവൻ പുറകിൽ തന്നെ കാണുകയും ചെയ്യും. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ സഹായത്തോടെ ഒരു കൺസൈൻമെന്റിന് കോഴിക്കോട് എയർപോർട്ടിന്റെ പുറത്തേക്ക് പോകുന്നുണ്ട്. അതെന്താണെന്ന് ഈ നിമിഷം വരെ അവർ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പറയും. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും മുമ്പ് നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് തരും. അത് കിട്ടിയാൽ ഞങ്ങളെ വിളിച്ച് പറയണം. പിന്നെ ഉള്ളത് ഞങ്ങളുടെ ജോലിയാണ്. താത്ത സിം ഒന്ന് മാറ്റിയിടാം. ഈ പുതിയ നമ്പറിൽ നിന്ന് വിളിച്ചാൽ മതി. അതോടെ സീൻ ഓവറാണ്. പിന്നെ ജയന്തി മേനോന്റെ പുറകിൽ ആരും ഉണ്ടാവില്ല, അവരുടെ നിഴൽ മാത്രം. എവിടെയെങ്കിലും ഒരു ഫൗൾ പ്ലേ നടന്നാൽ പിന്നെ ബീവിയുടെ കാര്യം ഖലാസ്. ചൊവ്വന് ശവമടക്കാനുള്ള ഷേപ്പ് ഉണ്ടാവും ബോഡി. ഭാര്യയെ കൊല്ലുമെന്ന പേടി കൊണ്ട് അവരെ അനുസരിച്ചോ? ഇല്ല, ഞാൻ അമ്മയെ വിളിച്ചു പറഞ്ഞു. അമ്മ പക്ഷേ ഭാര്യയെ കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേടിക്കത്തൊന്നുമില്ല. വേണമെങ്കിൽ അങ്ങ് കൊന്നോന്ന് ഞാൻ പറഞ്ഞു. പകരം പണം ആവശ്യപ്പെട്ടു അല്ലേ? അതെ, എത്ര? 1.5 കോടി രൂപ. അവര് തന്നോ? ആ പണം എന്ത് ചെയ്തു? ഇവിടെ തന്നെ ഉണ്ട്. അമീർ, പോകുമ്പോ ആ പണം എടുക്കാൻ മറക്കണ്ട. ഇത്രയും പണം ഒന്നും ഇവിടെ സൂക്ഷിക്കുന്ന സേഫ് അല്ല. എയർപോർട്ടിൽ പിന്നെന്താണ് സംഭവിച്ചത്? കൺസൈൻമെന്റ് എന്താണെന്ന് ആര് ഇൻഫോം ചെയ്തു? MLA. മേന്നെ യെസ്. ഇത് പിടിച്ചോളി. സുധീർ എവിടെയുണ്ട്? ഒരു വിവരവും ഇല്ല. അവൻ മിക്കവാറും മുഹമ്മദ് ഉണ്ണിയുടെ കയ്യിലുണ്ടാവും. അവനെ പുറത്തു കൊണ്ടുവരാൻ രമേശനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്റെ മക്കൾ രണ്ടുപേരെയും ജീവനോടെ കിട്ടാൻ പ്രാർത്ഥിച്ചോളൂ. അമ്മയുടെ മനസ്സ് പിഴച്ചാൽ മക്കളുടെ ജന്മം പിഴയ്ക്കും. ₹1.5 കോടി രമേശ് മേനോൻ IRS എല്ലായിടത്തും വണ്ടി കയറ്റേ. പണി ഒരുപാട് ബാക്കി കിടക്കുന്നു.